ഹായ്, നമ്മളിന്ന് ഷോർട്സ് അല്ല ഇടുന്നേ. നമുക്കിന്നൊരു വ്ളോഗാക്കിയാലോ? പ്രത്യേകിച്ചൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സെറ്റല്ലേ? തക്കാളി തൈ വേറെ ഒരുപാടുണ്ട്. ഇതും ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഒക്കെ ഉണ്ടായത് നമ്മൾ പറിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കയ്പങ്ങൻ്റെ വള്ളി ഇതേപോലെ ഇങ്ങനെ പടർത്തി ഇവിടെ ചെറിയൊരു പന്തലിട്ട് കൊടുത്തിക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്താ ആടലോടകല്ലേ, ആടലോടകത്തിൻ്റെ തൈയുണ്ട്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ തക്കാളി തൈയാണ്. പിന്നെ ഇത് ഇവിടെ മുളകും തൈ ഉണ്ട്. 1 2 3 അത് വെണ്ടക്ക തൈ. നമ്മൾ കുഞ്ഞു കുഞ്ഞു വെണ്ടക്ക ഉണ്ട്. അതൊക്കെ വെണ്ടക്ക തൈയാണ്. അവിടെയൊക്കെ ഉണ്ട് വെണ്ടക്ക, ചെറിയ കുഞ്ഞു കുഞ്ഞു വെണ്ടക്ക. പിന്നെ കുരുമുളകിൻ്റെ തൈകൾ കുറേ ഉണ്ട്. പിന്നെ ഇതിൽ കൂടെ ഒക്കെ ഉണ്ട് ഓരോന്ന്. ഇത് വഴുതനങ്ങ തോന്നുന്നുണ്ട് അല്ലേ? ഇത് വഴുതനങ്ങ തൈയാണ്. പിന്നെ ഇതിൽ കൂടെ ഒക്കെ കുറേ വിത്തൊക്കെ പാകിയിട്ടുണ്ട്. ഇതൊരു ഡ്രമ്മ് മുറിച്ചിങ്ങാണ്ട് അതിൽ കുറേ ചീരൻ്റെ വിത്ത് പാകിയതായിരുന്നു. അതിങ്ങനെ ചെറിയ മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു നാരങ്ങ തൈ ഉണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ കുഞ്ഞു നാരങ്ങ. പിന്നെ ഇങ്ങനെ ഇതൊരു തൈയാണ്. ഇത് എന്തോ ഇഞ്ചിയാണോ മഞ്ഞളോ അങ്ങനെ എന്തോ. ഇത് ഇഞ്ചിയാണോ മഞ്ഞളാണോ എന്ന് അറിയാൻ ഈ ഇല ഒന്ന് പൊട്ടിച്ച് നോക്കിയാണ്ടൊന്ന് സ്മെല്ല് ചെയ്താൽ മതി. ഇത് ഇഞ്ചിയാണ് ഗൈസ്. ഇഞ്ചി ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് തെങ്ങ്. ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റം, ജാതിക്ക തൈ. ഇതുമ്പോൾ ഒരുപാട് ജാതിക്കുണ്ട്, കണ്ടോ? ഒന്ന് ഇതവിടെ വേറെ ഒന്നുണ്ട്, അവിടെ ഒന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഉണ്ട്. അതാ ഇവിടെ ഉണ്ട്. മുകളിൽ കൂടെ ഒക്കെ ഉണ്ട്. അതാ അവിടെയൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ മഞ്ഞൾ, ഇഞ്ചി, മുളക് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ചോറ്റോല, നെയ്ച്ചോറ്റക്കൊക്കെ ഇടൂലേ നമ്മൾ, ആ ചോറ്റോലൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുരുമുളക്, ഒരുപാട് കുരുമുളകുണ്ട്. ഒരുപാട് കുരുമുളകുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ല കടന്നെല്ലാം ഉണ്ടാവും, പേടി. ഇത് നമ്മളെ കറിവേപ്പില തൈയാണ്. കറിവേപ്പില തൈമ്മേ അപ്രതീക്ഷിതമായിട്ടതാ ഒരാൾ. ഇതിൻ്റെ വള്ളി അതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് മഞ്ഞൾ ഗൈസ്, മഞ്ഞൾ. നല്ല മഞ്ഞളുടെ സ്മെല്ലുണ്ടാവും കേട്ടോ. അതൊക്കെ മഞ്ഞളാണ്. ഇവിടെ ഒരുപാടുണ്ട്. കുരുമുളക് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ റംബൂട്ടാൻ്റെ തൈ ഉണ്ടായിരുന്നു. ഇപ്പം വായിച്ചിട്ടില്ല, ഇപ്പം സീസണല്ല, എന്താ അറിയില്ല. നല്ല റംബൂട്ടാൻ്റെ തൈ ഒന്നും ഉണ്ടായിരുന്നു. മുകളിൽ ചെന്നാൽ പറിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ അവിടെ ഒരു ചിക്കുണ്ട്. പിന്നെ ഒരുപാട് കവുങ്ങുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം ഗൈസ്. ഇതിലും നല്ല കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.